ഹലോ ഓൾ, വെൽക്കം ടു എക്സാം ബൈ മിഷൻ ഒളിമ്പ്യാഡ്സ്. ഓക്കെ, നമ്മൾ ഒളിമ്പ്യാഡ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ബയോളജി ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, അതിന്റെ ഏരിയാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡയറക്ട്ലി ഗോയിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാൻ മേക്ക് ദെയർ ഓൺ ഫുഡ്? അല്ലെ, നമ്മുടെ 7ാം ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് പ്ലാന്റ്സ് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നത്? ആ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? നമുക്കറിയാം അല്ലെ, പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഓട്ടോട്രോഫ്സ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓട്ടോട്രോഫ്സ്, ഓട്ടോ മീൻസ് സെൽഫായി അല്ലെ, സ്വന്തമായി തന്നെ ഫുഡ് ഉണ്ടാക്കുന്നവയാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവില്ല, നമ്മൾ ഓൾറെഡി നമ്മളെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും സ്വന്തമായിട്ട് തന്നെ ഫുഡ്, നമ്മൾ കിച്ചണിൽ പോയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നു, ബിരിയാണി ഉണ്ടാക്കുന്നു, ഇതൊക്കെ സ്വന്തമായിട്ട് ആണോ? അല്ല, ആ സ്വന്തമായി ഉണ്ടാക്കലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വന്തം ശരീരത്തിനുള്ളിൽ തന്നെ അല്ലെ, പ്രൊഡ്യൂസേഴ്സ് എന്നാണ് നമ്മൾ പ്ലാന്റ്സിനെ പറയാം. പ്ലാന്റ്സിന്റെ ശരീരത്തിനുള്ളിൽ തന്നെ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ എന്ന് വെച്ചാൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. നമുക്കതിന് കഴിവുണ്ടോ? ഇല്ല. നമ്മൾ വേറെ ഒന്നിനെ കഴിക്കണം അല്ലെ, നമ്മൾ കൺസ്യൂം ചെയ്യണം. അപ്പൊ വി ആർ കൺസ്യൂമേഴ്സ് വൈൽ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാം. ഹൗ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ്? ദാറ്റ് ഈസ് ബൈ എ പ്രോസസ്. ആ പ്രോസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. റെസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ്, ട്രാൻസ്പിറേഷൻ, ഡൈജഷൻ. ഏതായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? ഓപ്ഷൻ ബി, ഫോട്ടോസിന്തസിസ് ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ഫോട്ടോസിന്തസിസ് വഴിയാണ്. ഫോട്ടോ മീൻസ്, ഫോട്ടോ ഈസ് റിലേറ്റഡ് ടു ലൈറ്റ് അല്ലെ, ലൈറ്റ് എനർജി ഉപയോഗിച്ച് അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സിന്തസിസ് നടക്കുന്നത്. അപ്പോ ഫോട്ടോസിന്തസിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അനദർ ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദ സോയിൽ? നമുക്കറിയാം പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ, ഫോട്ടോസിന്തസിസ് വഴി. ആ ഫോട്ടോസിന്തസിസ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? റോ മെറ്റീരിയൽസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഏതൊക്കെയാണ്? ഒന്ന് വാട്ടർ വേണം, മിനറൽസ് വേണം അല്ലെ. അതേപോലെ വേറെ എന്താ വേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, സൺലൈറ്റ് വേണം, പിന്നെ പ്ലാന്റ്സിൽ ഓൾറെഡി ഉള്ള ഗ്രീൻ പിഗ്മെന്റ് ആയ ക്ലോറോഫിലും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടത്. അപ്പം ഒന്നാമത്തെ ഈ ചോദ്യം അവിടെ കിടക്കട്ടെ. ഒന്നാമത്തെ ഒരു ചോദ്യം ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്. നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം ആൻസർ. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് പ്ലാന്റ്സിന്റെ ഉള്ളിലേക്ക് എത്തുന്നത്? അല്ലെങ്കിൽ ലീവ്സിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഫുഡ് പിന്നെ പ്രിപ്പയർ ചെയ്യാൻ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് പിന്നെ പ്ലാന്റ്സിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്? അത് എങ്ങനെയാണ് എന്നുള്ളത്, ഏത് വഴിയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ടർ മിനറൽസും എങ്ങനെയാണ് എത്തുക എന്നുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യം നിങ്ങൾ കമന്റ് ചെയ്യും. വാട്ടർ എങ്ങനെയാണ് എത്തുക? ത്രൂ ലീവ്സ്, ഫ്ലവർ, റൂട്ട്സ്, സ്റ്റെം. എവിടുന്നാണ് ഇങ്ങനെ സോയിൽ നിന്ന് അത് അബ്സോർബ് ചെയ്യുന്നത്? ഏത് വഴിയായിരിക്കും? വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ത്രൂ റൂട്ട്സ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ചില കൺസെപ്റ്റ്സ്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോട്ടോസിന്തസിസ്, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനറൽ ആയ ഒരു ഐഡിയ പ്രത്യേകിച്ചും ഒളിമ്പ്യാഡുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. അത് നിങ്ങൾ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോകളിൽ നമുക്ക് വീണ്ടും ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം.